ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു മെഡിറ്റോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ശരണ്യ ദാസ് എസ് ആണ്, സ്പെഷ്യലിസ്റ്റ് ഡെർമറ്റോളജിസ്റ്റ് മിലേനിയം ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മുടികൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. എനിക്ക് തോന്നുന്നു മുടികൊഴിച്ചിലുമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് ഈ മുടികൊഴിച്ചിൽ. പെട്ടെന്നുണ്ടാകുന്ന മുടികൊഴിച്ചിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാതെ സംഭവിച്ചു പോകുന്നത്, ചിലപ്പോൾ നന്നായിട്ട് മുടിയുള്ളവർക്ക് പെട്ടെന്ന് മുടി പോവുക, നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ മുടി പോവുക എന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഭയങ്കര നമുക്കൊരു പേടി ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലേ ശരിക്കും? ഡോക്ടർ, മുടികൊഴിച്ചിലിൻ്റെ ഏറ്റവും സാധാരണയായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമ്മൾ മുടികൊഴിച്ചിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി തന്നെ നോർമലി ഒരാൾക്ക് ഒരു 50 മുതൽ 100 മുടി വരെ ഒരു ദിവസം പോകുന്നത് നോർമലാണ്. അപ്പോൾ അതിൽ കൂടുതലായി 100-ൽ കൂടുതലായി മുടി കൊഴിയുകയും അത് കൂടാതെ മുടിയുടെ തിക്നെസ് കുറയുകയും ചെയ്യുന്നതിനെ നമുക്ക് മുടി കൊഴിച്ചിലായി പറയാം. അപ്പം നമുക്ക് മുടി ഒരു നാച്ചുറൽ ഹെയർ സൈക്കിൾ ഉണ്ട്. അതായത് നമ്മുടെ മുടി വളരുന്നതിനെ ഒരു നാച്ചുറൽ ഹെയർ സൈക്കിളിലൂടെയാണ് പോകുന്നത്. അതിനെ നമുക്ക് 3 ഘട്ടമായി തിരിക്കാം. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഗ്രോത്ത് ഫേസ്. പേര് പോലെ തന്നെ മുടി ആക്റ്റീവായി വളരുന്ന ഒരു ഫേസാണ് ഗ്രോത്ത് ഫേസ്. പിന്നെയുള്ളത് റെസ്റ്റിംഗ് ഫേസ്. റെസ്റ്റിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ മുടി ഹെയർ ഫോളിക്കിൾസ് റെസ്റ്റ് ചെയ്യുന്നൊരു ഫേസാണ്. അത് ഒരു 3-4 മാസം അങ്ങനെ റെസ്റ്റ് ചെയ്യും. മൂന്നാമതാണ് ഷെഡിങ് ഫേസ്. അതായത് മുടി കൊഴിഞ്ഞു പോകുന്ന ഫേസാണ് ഷെഡിങ് ഫേസ് എന്ന് പറയുന്നത്. അതായത് പഴയ മുടി പോയി പുതിയ മുടി കിളിർക്കുന്നു. അപ്പം നമ്മുടെ പ്രാക്ടീസിൽ നമ്മൾ മോസ്റ്റ് കോമൺ കോസസ് ഓഫ് ഹെയർ ലോസ് എന്ന് പറയുന്നത് ആദ്യമായി തന്നെ ആൻഡ്രോജനറ്റിക് അലോപേഷ്യ എന്ന് പറയും. അതായത് കഷണ്ടി. നമ്മൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണുന്ന ഒരു കോമൺ കണ്ടീഷനാണ്. അപ്പോൾ അതിൽ കഷണ്ടി എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളിൽ തലയുടെ മധ്യഭാഗത്ത് നിന്ന് മുടിയുടെ തിക്നെസ് കുറയുക, പക്ഷേ ഫ്രണ്ടിലുള്ള മുടിയുടെ ആ ഒരു തിക്നെസ് മെയിൻറ്റെയിൻഡ് ആയിരിക്കും. പക്ഷേ മുടിയുടെ മധ്യഭാഗത്ത് നിന്നും മുടിയുടെ തിക്നെസ് കുറഞ്ഞു വരിക. പുരുഷന്മാരിലാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ഒരു W ഷേപ്പിൽ മുടി പിൻവാങ്ങുക, മുടിയുടെ കട്ടി കുറയുക. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. രണ്ടാമത് കാണുന്നത് ടീലോജൻ എഫ്ലൂവിയം എന്ന് പറയും. അതായത് ഒരു സ്ട്രെസ്സ് കാരണം, അല്ലെങ്കിൽ ഒരു അസുഖം വന്നിട്ട്, ഒരു സർജറി കഴിഞ്ഞിട്ട്, പ്രസവാനന്തരം, അല്ലെങ്കിൽ ഹോർമോണൽ ഡിസോർഡേഴ്സ് കാരണം, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം അങ്ങനെ നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രെസ്സ് വരുവാണ്. അപ്പോൾ ആ സമയത്ത് അത് കാരണമുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, അതായത് പെട്ടെന്നുണ്ടാകുന്ന ഒരു മുടി കൊഴിച്ചിൽ, അതിനെയാണ് ടീലോജൻ എഫ്ലൂവിയം എന്ന് പറയുന്നത്. മൂന്നാമതായി ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, അതായത് പോഷകാഹാരക്കുറവ്. അത് നമ്മൾ ഒരു റാപ്പിഡ് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ക്രാഷ് ഡയറ്റൊക്കെ എടുക്കുന്നത് കാരണമാണ് യൂഷ്വലി നമ്മളത് കണ്ടുവരുന്നത്. അതായത് പ്രോട്ടീൻ്റെ കുറവ്, അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, അങ്ങനെയുള്ള കാരണം കൊണ്ട് മുടി കൊഴിച്ചിൽ കൂടുന്നതായി നമ്മൾ കാണാറുണ്ട്. പിന്നെ ഉണ്ടാവുന്നതാണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയും. അതായത് വട്ടത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മുടി കൊഴിച്ചിൽ. ഓക്കെ, അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഇപ്പോൾ വ്യത്യസ്ത ടൈപ്പ് ഓഫ് മുടി കൊഴിച്ചിലുണ്ടല്ലേ. ഇപ്പം നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഒരാൾക്ക് മുടി കൊഴിയുന്നു എന്നല്ലാതെ അതിൻ്റെ റീസൺ മേ ബി അതെല്ലാവർക്കും ഒന്നല്ല. ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഹോർമോണിൻ്റെ അങ്ങനെ പലതരത്തിലുള്ള പല റീസൺസും ഉണ്ടാവും. അപ്പോൾ നമ്മളത് എങ്ങനെ നമ്മളത് നിർണ്ണയിക്കുക, എങ്ങനെ നമ്മളത് ഡിസൈഡ് ചെയ്യുക, എന്തൊക്കെ പരിശോധനകൾ അതിന് റിലേറ്റഡ് ആയിട്ടുണ്ട്? അതെ, നമ്മളിപ്പം ഹെയർ ലോസ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പല കാരണങ്ങളുണ്ട്. അപ്പം ഏതാണ് കാരണമെന്ന് കണ്ടെത്തി തന്നെ വേണം നമ്മളത് ചികിത്സിക്കാൻ. ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് നമ്മളൊരു സ്കിൻ ഡോക്ടറെ കണ്ടെത്തി തന്നെ നമ്മൾ പരിശോധനകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഹെയർ ലോസ് ഡയഗ്നോസ് ചെയ്യാനായിട്ട്. അതിലാദ്യം തന്നെ ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി നമ്മൾ ചോദിക്കുന്നതാണ്. അതായത് എത്ര നാളായി മുടി കൊഴിച്ചിലുണ്ട്, അത് പെട്ടെന്നുണ്ടായ മുടി കൊഴിച്ചിലാണോ അതോ പതിയെ തുടങ്ങിയ മുടി കൊഴിച്ചിലാണോ, അതായത് അണ്ടർലൈങ് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ, അതോ എന്തെങ്കിലും റാപ്പിഡ് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ക്രാഷ് ഡയറ്റ് അങ്ങനെ എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും സർജറി കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും സർജറി അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം, അല്ലെങ്കിൽ ഡെലിവറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻസ് അങ്ങനെ എടുക്കുന്നുണ്ടോ, അതായത് കീമോതെറാപ്പി പോലെയുള്ള അങ്ങനെയുള്ള മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുമ്പോഴും മുടി കൊഴിയുക. അപ്പം അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി നമ്മൾ എടുക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ
സ്കാൽപ്പ് എക്സാമിനേഷൻ, അതായത് നമ്മൾ തല നമ്മൾ കൃത്യമായി പരിശോധിക്കും. അതായത് മുടിയുടെ ടെക്സ്ചർ നമ്മൾ നോക്കും. ഈ പറഞ്ഞ പോലെ തന്നെ കഷണ്ടി ഉള്ള ആളുകളാണെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. തലയുടെ മധ്യഭാഗത്ത് മുടിയുടെ തിക്നെസ് കുറയുകയും, അതുപോലെ തന്നെ അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറഞ്ഞ ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വട്ടത്തിൽ മുടി കൊഴിയുന്നതും നമുക്ക് കാണാൻ പറ്റും. പിന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലഡ് ടെസ്റ്റിലേക്ക് നമ്മൾ കടക്കുന്നത്. അതായത് എന്തെങ്കിലും ഹീമോഗ്ലോബിൻ ആൻഡ് അയൺ സ്റ്റഡീസ് നമ്മൾ ചെയ്യുന്നു, തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നു, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 അങ്ങനെയുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി നമ്മൾ റൂൾ ഔട്ട് ചെയ്യുന്നു. പിന്നെ ഉള്ളതാണ് നമ്മൾ സ്കാൽ ബയോപ്സി എന്ന് പറയുന്നത്. അതായത് തലയിൽ നിന്ന് തന്നെ ഒരു ചെറിയ പീസ് ഓഫ് സ്കിൻ നമ്മളെടുത്ത് പരിശോധിക്കുന്നു. അത് നമ്മൾ യൂഷ്വലി ചെയ്യാറില്ല. നമ്മൾ ഡയഗ്നോസിസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ സ്കാറിങ്, അലോപേഷ്യ എന്നൊക്കെ പറയുന്ന വേറൊരു തരം ഗ്രൂപ്പ് ഓഫ് മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് നമ്മൾ റെയർ ആയിട്ട് ചെയ്യുന്നൊരു അഡ്വാൻസ് ടെസ്റ്റാണ് സ്കാൽ ബയോപ്സി. അപ്പോൾ എന്തെങ്കിലും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ എല്ലാവരുടെയും റീസൺ ഒന്നാണെന്നില്ല. നമ്മൾ ഡോക്ടറിനെ കണ്ട് തന്നെ ചികിത്സ തേടുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. സാധാരണയായിട്ട് നമ്മൾ ഈ മുടി കൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളെ ജീവിതശൈലിയും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ UAE-ലുള്ളവർ പ്രവാസികളെ നമുക്ക് എടുക്കാം. അവരാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ വർക്കിൻ്റെ തിരക്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ നമ്മുടെ ഒരു ജീവിത സ്റ്റൈൽ അങ്ങ് മാറുമല്ലോ. നമ്മൾ നാട്ടിലുള്ള രീതിയിലല്ല നമ്മൾ ചിലപ്പോൾ UAE-ലുണ്ടാകുമ്പോൾ താമസിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരും. അങ്ങനെ പല ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ ഈ ഹെയർ ലോസിനെ, മുടി കൊഴിച്ചിലിനെ ബാധിക്കുന്നുണ്ടോ ഡോക്ടർ? തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ്, ഡയറ്റ്, ന്യൂട്രീഷൻ ഇതിനൊക്കെ ഹെയർ ലോസിലൊരു മേജർ ഫാക്ടറാണ്. ഇപ്പം നമ്മൾ ഒരു സ്ട്രെസ്സ് തന്നെ എടുക്കുകയെന്ന് വെച്ചു. സ്ട്രെസ് എടുക്കുമ്പോൾ തന്നെ ഈ സ്ട്രെസ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ തന്നെ അതിൻ്റെ ഷെഡിങ് ഫേസിലേക്ക് കടത്തിവിടാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട് ഈ സ്ട്രെസ്സിന്. അതുപോലെ തന്നെ ഡയറ്റും ന്യൂട്രീഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ ഹെയറിൻ്റെ ഒരു മേജർ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോട്ടീൻ, കെരാറ്റിനാണ്. അപ്പം നമ്മൾ ഇതുപോലെയുള്ള ക്രാഷ് ഡയറ്റ്സ് അല്ലെങ്കിൽ റാപ്പിഡ് വെയിറ്റ് ലോസ് അങ്ങനെയൊക്കെ പോകുമ്പം പ്രോട്ടീൻ്റെ കുറവ് വരും. അതുകൊണ്ട് തന്നെ ഹെയർ ലോസ് ഉണ്ടാവും. കൂടാതെ ഇതിനോടൊപ്പം തന്നെ അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, പിന്നെ ചില മൈക്രോന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി കാരണവും നമുക്ക് ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ബാലൻസ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ആഡിക്വേറ്റ് പ്രോട്ടീൻ വേണം, അയൺ വേണം. അപ്പം കൂടുതൽ നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയുള്ളത് ഇൻക്ലൂഡ് ചെയ്യുക. റാപ്പിഡ് ഇങ്ങനെയുള്ള ഫാൻസി ഡയറ്റ്സ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. റാപ്പിഡ് വെയിറ്റ് ലോസ്, ക്രാഷ് ഡയറ്റ് അങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ്, നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളൊരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നീക്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈക്ക് യോഗ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള സിമ്പിൾ ബ്രീതിങ് എക്സസൈസസ് അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ നോക്കുക. പിന്നെ നമ്മളൊരു സ്ലീപ്പ് ആൻഡ് ഒരു എക്സസൈസ് റൂട്ടീൻ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മെഡിക്കൽ മാനേജ്മെൻറ്റിനോട് കൂടി തന്നെ നമ്മൾ അതും കൂടെ പാലിക്കുക. കാരണം ഒരു ഹെൽത്തി ഹെയറിന് ഒരു ഹെൽത്തി ബോഡി ആവശ്യമാണ്. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈലും നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഡയറ്റ്, ന്യൂട്രീഷൻ along with medical treatment അതെല്ലാം ഹെയർ ലോസ്. ഒരു കോളർ ഉണ്ട്. ഓക്കെ, ഹലോ ഹലോ, കുറച്ച് ഉറക്കെ പറയാവോ? ഹലോ ഡോക്ടർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ആരാ സംസാരിക്കുന്നേ? ഞാൻ ദിയ. ഓക്കെ, അപ്പോൾ ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ, ഞാൻ ഒരു 3 മാസത്തിന് മുമ്പ് ഞാൻ PCOS എനിക്ക് ഡയഗ്നോസ് ചെയ്തായിരുന്നു. അപ്പം ഡയഗ്നോസ് അല്ലാതെ കഴിഞ്ഞ 6 മാസമായിട്ട് എനിക്ക് മുടി കൊഴിച്ചിൽ കൂടിയിട്ടുണ്ട്. സാധാരണ മുടി കൊഴിച്ചിലിനെക്കാട്ടിലും കൂടുതൽ മുടി കൊഴിച്ചിൽ കൂടിയിട്ടുണ്ട്. PCOS കാരണമാണോ ഇനി, ഹോർമോണൽ ഇംബാലൻസ് കാരണമാണോ ഇനി എൻ്റെ മുടി കൊഴിച്ചിൽ കൂടുതൽ? അതെ, തീർച്ചയായിട്ടും പറഞ്ഞോളൂ. അതിനി എന്തെങ്കിലും ക്യൂർ ഉണ്ടോ? എന്തെങ്കിലും ഓക്കെ, PCOS എന്ന് പറഞ്ഞ ഒരു കോമൺ കോസ് ഓഫ് ഹെയർ ലോസ് ആണ്. അതായത് ഹോർമോണൽ ഹെയർ ലോസിനുള്ളൊരു ഹോർമോണൽ കാരണങ്ങളിൽ പെട്ടൊരു കാരണമാണ് PCOS, തൈറോയ്ഡ് ഡിസോർഡേഴ്സ് അതുപോലെ.
അപ്പം നമ്മൾ PCOSന് നീ ഡെർമറ്റോളജിസ്റ്റിനെയോ ഗൈനക്കോളജിസ്റ്റിനെയോ എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ടിട്ട് നമ്മൾ ആ ഹോർമോണൽ ഇവാലുവേഷൻ നടത്തേണ്ടതാണ്. അപ്പം നമ്മൾ ആ ഒരു PCOSനെ കൃത്യമായി നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോഴാണ് എപ്പോഴും നമ്മളൊരു അണ്ടർലൈൻ കോസിനെ എപ്പോഴും ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അപ്പം അതിൻ്റെ ഹെയർ ലോസും കുറഞ്ഞു വരും. കൂടാതെ തന്നെ നമ്മൾ ബാക്കിയുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്? അതെ, തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. താങ്ക് യു ഡോക്ടർ. ഓക്കെ, വെൽക്കം. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഈ മെഡിറ്റോക്കിൻ്റെ ഇന്നത്തെ സബ്ജക്റ്റ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കിങ്ങനെ മെസ്സേജിന് എന്നോട് പറഞ്ഞിരുന്നു, പണ്ട് നന്നായിട്ട് മുടിയുണ്ടായിരുന്നു, ലെങ്ത് ആണെങ്കിലും തിക്നെസ് ആണെങ്കിലും നന്നായിട്ട് മുടിയുണ്ടായിരുന്നു. മേ ബി അത് ഫാമിലിയിലുള്ള പല ആളുകൾക്കും അത്തരത്തിൽ മുടിയുണ്ട്. അപ്പോൾ മേ ബി അത് പാരമ്പര്യമായിരിക്കും അല്ലേ? അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 2022 ഒക്കെ കഴിഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് കുറയാൻ തുടങ്ങി, തിക്നെസ് കുറയാൻ തുടങ്ങി, അതുപോലെ തന്നെ നന്നായി പൊട്ടിപ്പോകാൻ തുടങ്ങി, താരൻ്റെ പ്രശ്നം വരാൻ തുടങ്ങി. അങ്ങനെ പല പല പ്രശ്നങ്ങൾ കൊണ്ട് നന്നായിട്ട് മുടി കൊഴിച്ചിൽ വന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, തൈറോയിഡ് ആണോ എന്നുള്ളൊരു ഡൗട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പക്ഷെ അതൊക്കെ നോർമലായിരുന്നു. വൈറ്റമിൻ ഡിയുടെ അഭാവം മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് ആ സമയത്ത്. എനിക്ക് തോന്നുന്നൊരു 3-4 ഇയേഴ്സ് ആയിട്ടുണ്ടാവണം ഇപ്പം. അപ്പോൾ അതിനുശേഷം അതൊക്കെ നോർമലായിരുന്നു. വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുത്തിരുന്നു, കുറച്ച് നാൾ എടുത്തിരുന്നു, പിന്നീട് എടുത്തില്ലായിരുന്നു. പിന്നെ റീസെൻ്റ്ലി അതങ്ങനെ പോയി. അതിനുശേഷം ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല, ഒന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല, തൈറോയ്ഡ് ഒന്നും ചെക്ക് ചെയ്തില്ല. പക്ഷെ ഇപ്പോഴും നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ട്, ഡാൻഡ്രഫ് ഉണ്ട്. അതിപ്പോൾ വീണ്ടും ആ പണ്ടത്തെ ആ ഒരു ഹെയറിലേക്ക് തിരിച്ചെത്താനുള്ളൊരു സാധ്യതയുണ്ടോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിന്? നമ്മളിപ്പം ഏതാണ് ആ ഹെയർ ലോസിനുള്ള കാരണം നമ്മൾ കണ്ടെത്തണം. നമുക്ക് അറിയേണ്ടതെന്ന് പറയുന്നത് ആൻഡ്രോജനറ്റിക് അലോപേഷ്യ ആണോ എന്നുള്ളതാണ്. അതാണ് പണ്ട് ഉള്ള തിക്നെസ് കുറഞ്ഞു വരുന്നത്. അതായത് ഹെയറിൻ്റെ തിക്നെസ് കുറഞ്ഞ് നേർത്തതായി വരും. അപ്പം അതിന് ഈ പറഞ്ഞ പോലെ പല ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ കാരണം ഏത് ടൈപ്പ് ഓഫ് ഹെയർ ലോസ് ആണെന്ന് കണ്ടെത്തി തന്നെ അതിനെ നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ട്. ഇപ്പം വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒന്നും ഇല്ല എന്നിപ്പോൾ പറഞ്ഞു. അപ്പം വേറെ ഒരു കാരണങ്ങൾ നമുക്ക് വേറെ അണ്ടർലൈൻ കോസായിട്ട് കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്തായാലും ആ ഹെയറിൻ്റെ പാറ്റേൺ ഓഫ് ഹെയർ ലോസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. എനിക്ക് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത് ആൻഡ്രോജനറ്റിക് അലോപേഷ്യയുടെ ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്തായാലും കൃത്യമായിട്ടുള്ള FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ തലയിൽ പുരട്ടാനുള്ള മരുന്നുകളുണ്ട്, ഉള്ളിലോട്ട് കഴിക്കാനുള്ള മരുന്നുകളുണ്ട്. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. ലൈക്ക് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറപ്പി, മൈക്രോ നീഡ്ലിംഗ്, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഹെയർ ലോസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പാണ്, അതിൻ്റെ സിവിയറിറ്റി എന്താണ്, എത്ര നാളായിട്ടുണ്ട്, പിന്നെ ഏജ് ഓഫ് ദ പേഷ്യൻറ്റ്, ജെൻഡർ, അങ്ങനെ പിന്നെ അവർക്ക് എന്തെങ്കിലും അണ്ടർലൈൻ മെഡിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടോ, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ഡോക്ടർ. അപ്പോൾ അവരുടെ ഡൗട്ട് എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോവുകയാണെങ്കിൽ പണ്ടത്തെ കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ പണ്ടത്തെ ഹെയർ ഗ്രോത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മൾ ആ ഹെയർ ലോസിനെ സ്റ്റെബിലൈസ് ചെയ്യാനാണ്. ഹെയർ ലോസ് കുറയ്ക്കുക, അതിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സെലക്റ്റഡ് കേസസിൽ നമുക്ക് ഹെയർ റീഗ്രോത്തും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് പണ്ടത്തെ ഒരു ഓളത്തിലേക്ക് ആളുടെ ഒരു കണ്ടീഷൻ അറിയാതെ നമുക്ക് പ്രോഗ്നോസിസ് ആ പഴയ രീതിയിലേക്ക് തന്നെ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ ഹെയർ ലോസ് ആണെങ്കിലും ഹെയർ ഗ്രോത്ത് ആണെങ്കിലും റീഗ്രോത്ത് ആണെങ്കിലും ഇറ്റ്സ് എ സ്ലോ പ്രോസസ്സ്. അപ്പം നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണണമെങ്കിൽ തന്നെ ഒരു 3 to 6 months എടുക്കും. അതിൻ്റെ ഒരു മാക്സിമം ബെനിഫിറ്റ് കാണണമെങ്കിൽ തന്നെ ഒരു 9 to 12 months. സോ ഇറ്റ്സ് എ സ്ലോ പ്രോസസ്സ്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ സാധാരണ പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് നമ്മളിപ്പോൾ ടാബ്ലറ്റ് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടരുകയാണെങ്കിൽ അതൊരു കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അത് നിർത്തുന്ന ഒരു സമയത്ത് എഗെയിൻ നമുക്ക് ഈ ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു സാധ്യതയുണ്ടോ ശരിക്കും? അതെ, നമ്മൾ ഓരോ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആൻഡ്രോജനറ്റിക് അലോപേഷ്യ, അതായത് പാരമ്പര്യമായിട്ടുള്ള മുടി കൊഴിച്ചിൽ. അപ്പോൾ അതിലൊരു ഹോർമോൺ ഇൻവോൾവ് ആണ്. അപ്പോൾ ആ ഹോർമോണിനെ ബ്ലോക്ക് ചെയ്യുന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അതായത് ആ മുടി കൊഴിയുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്.
അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മൾ ലൈഫ് ലോങ് തന്നെ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഒരു ടീലേജ് നെഫ്ലൂയം, അതായത് ഒരു സ്ട്രെസ് കാരണം അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം എന്നുള്ളത് അത് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹെയർ ലോസ് കുറഞ്ഞിട്ട് വീണ്ടും പഴയ രീതിയിലോട്ട് എത്തും. അപ്പോൾ അത് കുറച്ചും കൂടെ കുറച്ച് നാളിൽ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് മതിയാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ടുള്ള ഹെയർ ലോസ് ഒക്കെയുള്ള കണ്ടീഷനിൽ നമ്മൾ കുറേ നാൾ, ജീവിതകാലം എന്ന് പറയാം, നമുക്ക് എത്ര നാൾ മുടി വേണോ അത്രയും നാൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ ഓക്കെ ഡോക്ടർ. അപ്പോൾ സാധാരണയായിട്ടുള്ള ഇപ്പോൾ മുടി കൊഴിച്ചിലിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ശരിക്കും? അതെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ കണ്ടീഷൻ അനുസരിച്ചും അതിൻ്റെ സിവിയറിറ്റി, അതിൻ്റെ ഡ്യൂറേഷൻ, അങ്ങനെ ഒരു 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 സിംഗിൾ ട്രീറ്റ്മെൻറ്റ്, എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ ട്രീറ്റ്മെൻറ്റ് ഇല്ല ഹെയർ ലോസിന്. അപ്പം നമ്മൾ എപ്പോഴും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അണ്ടർലൈൻ കോസ് കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം. അതിനുശേഷം പിന്നെ നമുക്ക് FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓരോ കണ്ടീഷൻ അനുസരിച്ചുള്ള ലേപനങ്ങൾ, തലയിൽ പുരട്ടാനുള്ള മരുന്നുകളുണ്ട്, ഉള്ളിലോട്ട് കഴിക്കാനുള്ള മരുന്നുകളുണ്ട്. പിന്നെ ഉള്ളത് അഡ്വാൻസ് പ്രൊസീജിയേഴ്സ്. ഇതുകൊണ്ടൊന്നും അത്ര ബെനിഫിറ്റ് നമുക്ക് കാണുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറപ്പി, അതായത് നമ്മുടെ ബ്ലഡ് തന്നെ എടുത്ത് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് സെപ്പറേറ്റ് ചെയ്ത്, പ്ലേറ്റ്ലെറ്റ്സിനകത്ത് കുറേ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഹെയർ ലോസ് കുറയ്ക്കാനും ഹെയർ റീഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്നു. അതുണ്ട്. പിന്നെ മൈക്രോ നീഡ്ലിംഗ് എന്ന് പറയും, മുള്ള തെറപ്പി ഉണ്ട്. പിന്നെ അഡ്വാൻസ്ഡ് കേസസിൽ നമ്മൾ ഈ കഷണ്ടി അങ്ങനെയുള്ള കണ്ടീഷനിൽ അഡ്വാൻസ്ഡ് കേസസിൽ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് വരെ ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ വീട്ടിൽ പല വൈദ്യങ്ങളും പറയുമല്ലോ. സാധാരണ ഇത്തരത്തിൽ ഹെയർ ലോസ് വരുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ ഈ ഓയിലും നമ്മുടെ ഹെയറും, അല്ലെങ്കിൽ സാധാരണ പറയുന്നത് ഓയിൽ നന്നായിട്ട് എണ്ണ തേച്ച് കുളിച്ചാൽ മുടി കൊഴിച്ചിൽ കുറയും എന്നുള്ള കാര്യമാണ്. ശരിക്കും ഈ പുറത്ത് കൊടുക്കുന്ന നമ്മൾ ഈ ഓയിലിൽ കൊടുക്കുന്നത് അത്രത്തോളം നല്ലതാണോ ഹെയറിന്? ഇല്ല, അതൊരു ശരിക്കും അന്ധവിശ്വാസമാണ്. നമ്മൾ ഓയിൽ തേച്ച് മുടി വളരുവോ മുടി കൊഴിച്ചിൽ കുറയുകയോ ചെയ്യില്ല. ഓയിൽ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും, ഹെയറിന് മോയ്സ്ചറൈസേഷൻ കൊടുക്കും എന്നല്ലാതെ ഒരു ഓയിൽ കാരണവും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയോ മുടി വളർത്തുകയോ ചെയ്യില്ല. അതൊരു മിത്താണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലാണ്, നാട്ടിൻപുറത്താണെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം, എണ്ണ തേച്ചിട്ട് നന്നായിട്ട് കുളിച്ചാൽ അല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ മസാജൊക്കെ ചെയ്താൽ ഹെയറിന് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവും, മുടി പൊഴിയുന്നത് പോകും എന്നുള്ള ഒരു റീസണൊക്കെ. ശരിക്കും പറഞ്ഞാൽ അത് പല ആളുകളും പല സമയങ്ങളിലും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ വേണ്ട അല്ലെങ്കിൽ പ്രോട്ടീനും അല്ലെങ്കിൽ എല്ലാം നമ്മുടെ അകത്ത് ചെല്ലുമ്പോഴാണ് നമ്മുടെ എല്ലാത്തിനെയും ബാധിക്കുക. അതിപ്പോൾ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും എല്ലാ തോതിലും നില. പക്ഷെ എങ്കിലും ഈ ഒരു മിഥ്യായ ഒരു ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ ഒരു ഹെയറിന് വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ശരിക്കും നമുക്കങ്ങനെ വീട്ടിൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുക, അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഈ ഹെയർ ലോസിന് ചെയ്യാൻ വേണ്ടി വീട്ടിൽ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജെന്റിൽ ഹെയർ കെയർ എന്നുള്ളതാണ്. നമ്മൾ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഓയിലിൻ്റെ കൂടെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. അത് നമ്മുടെ മുടിക്ക് കൂടുതൽ ഓക്സിജൻ, കൂടുതൽ ന്യൂട്രിയൻസ് നമ്മുടെ തലയിലേക്ക് എത്തും. ആ മസാജിങ് ആണ് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ജെന്റിൽ മസാജ് ചെയ്യാം തലയിൽ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ഭയങ്കര ഹാർഷായിട്ടുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഭയങ്കര ഈ ട്രാക്ഷൻ അലോപേഷ്യ എന്നൊക്കെ പറയും. അതായത് നമ്മൾ മുടി പിന്നോട്ട് വലിച്ചു കെട്ടുമ്പോഴേക്കും ഫ്രണ്ടിൽ നിന്ന് മുടി ഒഴിഞ്ഞു പോകും. അപ്പം അങ്ങനെ ലൂസായിട്ടുള്ള പോണിറ്റെയിൽസ്, അങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. കൂടുതൽ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ്, കൂടുതൽ ഹാർഷ് ട്രീറ്റ്മെൻറ്റ്സ്, ഹാർഷ് കെമിക്കൽസ് അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നമുക്ക് മുടിയുടെ മോയ്സ്ചറൈസേഷന് അറ്റത്ത് ഹെയറിൻ്റെ എൻഡ്സിൽ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ പറയുന്ന ഒരു വേറൊരു അന്ധവിശ്വാസമാണ് ഫ്രീക്വൻറ്റ് ഷാംപൂവിങ് കാരണം മുടി കൊഴിച്ചിലുണ്ടാകും എന്നുള്ളത്. അങ്ങനെയില്ല. ആക്ച്വലി നമ്മൾ സ്കാൽപ്പ് ഹൈജീൻ എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില പേഷ്യൻസിനോട് എൻ്റെ അടുത്ത് വരുമ്പം മുടി കൊഴിച്ചിൽ കാരണം പിന്നെ അവർ ഷാംപൂ ചെയ്യാറില്ല, തല കഴുകാറില്ല. ഡോക്ടർ എനിക്ക് പേടിയാണ്, തല കഴുകുമ്പം മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ടെന്ന്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നമ്മൾ സ്കാൽപ്പ് ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ എല്ലാ ദിവസവും തന്നെ നമുക്ക് തല ഷാംപൂ ചെയ്യാം. അല്ലാതെ നോർമൽ സ്കാൽപ്പ് ആണെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ മൈൽഡായിട്ടുള്ള ഷാംപൂ, ഹാർഷായിട്ടുള്ള എല്ലാം മൈൽഡായിട്ടുള്ള ഷാംപൂ നമുക്ക് യൂസ് ചെയ്യാം.
ഷാമ്പു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണറും നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യണം. അപ്പോൾ ആ മോയ്സ്ചറൈസേഷൻ സ്കാൽപ്പിൽ ചെയ്യരുത്, ഹെയറിൽ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു മോയ്സ്ചറൈസേഷൻ ഹെയർ ബ്രേക്കേജിനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹെയർ ഷാമ്പു ചെയ്യുമ്പം ഓൾറെഡി കൊഴിയാനുള്ള മുടി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഷെഡിങ് ഫേസിൽ ഉള്ള മുടിയാണ് ആ സമയത്ത് കൊഴിഞ്ഞു പോകുന്നത്. അപ്പം അത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൃത്യമായി ഷാമ്പു ചെയ്യേണ്ടതാണ് മുടിക്ക്. ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, സാധാരണ പല അഭിപ്രായങ്ങൾ വരുന്നൊരു കാര്യമാണ് ഈ ഹെയർ വാഷ് എന്ന് പറയുന്നത്. വീക്കിലി എത്ര തവണ ഹെയർ വാഷ് ചെയ്യണം, എപ്പോഴും ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് അത്ര നല്ലതല്ല, ഇങ്ങനെ പല 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 ഓരോ, ചിലപ്പോൾ അവരുടേതായ ഒപ്പീനിയൻസ് ആയിരിക്കാം. ശരിക്കും ഡോക്ടേഴ്സ് വീക്കിലി എത്ര തവണ ഹെയർ വാഷ് ചെയ്യണം? നമ്മൾ ഓരോ സ്കാൽപ്പിൻ്റെ ടൈപ്പ് അനുസരിച്ചാണ്. നല്ല ഓയിലി സ്കാൽപ്പാണ്, ജിമ്മിലൊക്കെ പോയി നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ എല്ലാ ദിവസവും മുടി കഴുകാം. മൈൽഡ് ഷാമ്പു കൊണ്ട് എല്ലാ ദിവസവും നമുക്ക് മുടി കഴുകാം. അല്ലാതെ ഒരു നോർമൽ സ്കാൽപ്പാണ് അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഹെയർ വാഷിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ്, നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് മുടി കൊഴിച്ചിൽ സംഭവിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് വെള്ളം, നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ക്ലോറിൻ കലർന്ന വെള്ളം, ഇതൊക്കെ മുടി പൊഴിയുന്നതിന് വലിയൊരു റീസൺ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ശരിക്കും? ഭയങ്കര സൂപ്പർ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം, ഹാർഡ് വാട്ടർ, അതൊക്കെ നമ്മുടെ മുടിയുടെ ബ്രേക്കേജിനും അതിനൊക്കെ കാരണമാവാറുണ്ട് ഒരു പരിധി വരെ. ഒരു മേജർ റീസൺ ആയിട്ട് പറയുന്നില്ല, എന്നാലും ചെറിയ രീതിയിൽ നമുക്ക് അങ്ങനെ പറയാം. ഘടകമായിട്ട് മാത്രം നമ്മൾ ആ വെള്ളത്തിന് കണ്ടാൽ മതി അല്ലേ? മെയിൻ റീസൺ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം. മെയിൻ റീസൺ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഹെയർ ഫോള് എനിക്ക് തോന്നുന്നു കൂടുതലും അത് കൂടുതൽ ടെൻഷനും സാധാരണ വുമൻസിനാണെങ്കിൽ നല്ല മുടിയുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് മുടി പോകുമ്പോഴുള്ള വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നൊരു സമയം. അപ്പോൾ മൊത്തത്തിൽ ഈ മുടി കൊഴിച്ചിലും അതിന് കാരണങ്ങൾ നമ്മൾ മെയിൻലി അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ ഒരു ചുരുക്കം പറയുമോ ഡോക്ടർ? എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മൊത്തത്തിലുള്ള ചുരുക്കം. അതെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഏറ്റവും നമ്മുടെ പ്രാക്ടീസിൽ കോമൺ ആയിട്ട് കാണുന്നത് ഈ പാരമ്പര്യം ആയിട്ടുള്ള മുടി കൊഴിച്ചിലാണ്. ആൻഡ്രോജനറ്റിക് അലോപേഷ്യ എന്ന് പറയുന്നതാണ്. അതിന് തീർച്ചയായിട്ടും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്, പറഞ്ഞ പോലെ തന്നെ. പിന്നെ രണ്ടാമതാണ് ഒരു സ്ട്രെസ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് സർജറി, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുവരുന്ന പെട്ടെന്നുണ്ടാകുന്ന ഹെയർ ലോസ്, അതാണ് രണ്ടാമതായിട്ട് കാണുന്നത്. മൂന്നാമതായിട്ട് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം, പോഷകാഹാരക്കുറവ് കാരണം, അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ. പിന്നെ ഹോർമോണൽ ഡിസോർഡേഴ്സ്, PCOD, പിന്നെ തൈറോയിഡ് ഡിസോർഡേഴ്സ്, ഇത് കാരണം വരുന്ന മുടി കൊഴിച്ചിൽ. പിന്നെ ചില മെഡിക്കേഷൻസ് കാരണം വരുന്ന മുടി കൊഴിച്ചിൽ. പിന്നെ അലോപേഷ്യ ഏറിയേറ്റ, വട്ടത്തിലുണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയും. നമ്മുടെ ബോഡി തന്നെ നമ്മുടെ മുടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള മുടി കൊഴിച്ചിലുണ്ടാകുന്നത്. അപ്പം ഓരോ കാരണം അനുസരിച്ച് നമുക്ക് ചികിത്സകൾ ലഭ്യമാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ട ഏത് ടൈപ്പ് ഓഫ് ഹെയർ ലോസ് ആണ് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചാണ്. ഒരു ഡീറ്റെയിൽ ഹിസ്റ്ററി, ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കാനുള്ള മരുന്നുകൾ, ഒഴിക്കാനുള്ള മരുന്നുകൾ, പ്രൊസീജിയേഴ്സ്, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ പ്രോപ്പറായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഡയറ്റ്, ന്യൂട്രീഷൻ. കാരണം ഒരു ഹെൽത്തി ഹെയർ, ഹെൽത്തി ബോഡി അത്യാവശ്യമാണ്. ഫിസിക്കൽ മാനേജ്മെൻറ്റ് കൂടെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഡയറ്റ്, ന്യൂട്രീഷൻ എല്ലാം നമ്മൾ പാലിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ സ്കിന്നിന് ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് മുടി കൊഴിച്ചിലാണെന്ന് മനസ്സിലാവുക അല്ലേ? തീർച്ചയായിട്ടും. യെസ്, ഓക്കെ. ചിലപ്പോൾ ഇങ്ങനെ ഇതറിയാതെ പല ആളുകളും മുടി കൊഴിച്ചിലിനെ അവരുടേതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും, അല്ല അവരുടേതായ രീതിയിൽ അതിനെ എങ്ങനെയാണ് കെയർ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് തേച്ചാൽ നന്നാവും, ഈ ഷാമ്പു തേച്ചാൽ യൂസ് ചെയ്താൽ നന്നാവും, അങ്ങനെ അത്തരത്തിൽ ചിന്തിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ അത്
ശരിക്കും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ അതൊരു തെറ്റായ ധാരണയാണ്. സ്കിന്നിൻ്റെ ഡോക്ടറെ കാണുക, കണ്ടിട്ട് അതിന് വേണ്ട ചികിത്സകൾ, ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് അത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ മില്ലേനിയം ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നമ്മുടെ പ്രേക്ഷകർക്കൊക്കെയും തന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കാം, ഡോക്ടറെ കാണാവുന്നതാണ്. മേ ബി ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ മില്ലേനിയം ഹോസ്പിറ്റലിൽ വന്നാൽ ഡോക്ടറെ കണ്ട് സംസാരിക്കാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ഡോക്ടർ, എന്തായാലും താങ്ക് യു സോ മച്ച്. കാരണം ഇതൊക്കെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ തിരക്കിനിടയിൽ ചിലപ്പോൾ പ്രോഗ്രാമിൽ കണ്ട് വിളിക്കാൻ പറ്റാതിരുന്ന ഒരുപാട് ആളുകളും ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, എനിക്ക് തോന്നുന്നു ഡോക്ടർ തുടക്കം മുതൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൻ്റെ ഒരു മുഴുവനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഡോക്ടർ, ഇത്ര സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിനും ഇത്രയേറെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പറഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മെഡി ടോക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡും മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു ഡോക്ടറുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ. NTV UAE to the world.